ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 28 വെള്ളിയാഴ്ചയാണ്. ഈ ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് ദിവസം കൂടിയാണ്. ഇന്നലെ ക്ലോസ് ചെയ്ത നിഫ്റ്റിയിലേക്ക് വന്നാൽ വളരെ ശക്തമായിട്ട് തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. US ഓട്ടോ താരിഫുമായി ബന്ധപ്പെട്ട് ഓട്ടോ സെക്ടറാണ് ഇന്നലെ വലിയ ഇടിവിലേക്ക് പോയത്. ഇനി കഴിഞ്ഞ 6 ദിവസമായിട്ട് FIS ബൈയിങ് മോഡിൽ തന്നെയായിരുന്നു. ഇന്നലെയാണ് അതിൽ ഒരു ടോപ്പ് ബൈയിങ് നടന്നിരിക്കുന്നത്. 11,111 കോടി രൂപയ്ക്കാണ് ഇന്നലത്തെ ക്യാഷ് മാർക്കറ്റിലെ ബൈയിങ് അവർ നടത്തിയിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിലെ തന്നെ ഏറ്റവും വലിയ ബൈയിങ് ആണ് FIS ഈ ആഴ്ച ഇന്ത്യൻ വിപണിയിൽ നടത്തിയത് എന്നതുകൊണ്ട് ഇന്ത്യൻ വിപണിയിൽ അവർ എത്രത്തോളം പ്രതീക്ഷ അർപ്പിക്കുന്നു എന്നുകൂടി കാണിച്ചു തരുന്നതാണിത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുള്ളത്, ഇക്വിറ്റി ഡെറിവേറ്റീവുകൾക്ക് ചൊവ്വാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച എന്ന എക്സ്പയറി ഡേയിലേക്ക് മാറ്റാൻ സെബി നിർദ്ദേശിക്കുന്നു. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് വാൾസ്ട്രീറ്റിലെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളെല്ലാം തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഇടിയുകയുണ്ടായി. S&P 500 0.33% ഇടിഞ്ഞു. നാസ്ഡാക്ക് 0.53% ഇടിഞ്ഞത്. ഡൗ ജോൺസ് 0.4% ഇടിഞ്ഞു. ഇന്നലത്തെ ഇടിവിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ, US വിൽക്കുന്ന എന്നാൽ US നിർമ്മിക്കാത്ത എല്ലാ കാറുകൾക്കും 25% തീരുവ ചുമത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു. ദുർബലമായ ഉപഭോക്തൃ ആത്മവിശ്വാസം സമ്പദ് വ്യവസ്ഥയെ മന്ദഗതിയിലാക്കാൻ സാധ്യതയുണ്ട് എന്ന് നിക്ഷേപകർ ആശങ്കപ്പെടുന്നു. ഇതുതന്നെയാണ് ഇന്നലത്തെ ഇടിവിന് കാരണമായത്. കൂടാതെ മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഏപ്രിൽ 2-നാണ് റെസിപ്രോക്കൽ താരിഫുകൾ നടപ്പിലാക്കാൻ US ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിലൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല എന്ന് നിക്ഷേപകർ പറയുന്നു. ഇന്ന് US വിപണിയെ സംബന്ധിച്ച് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസം തന്നെയാണ്. കാരണം PCE ഡാറ്റ, പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ ഇന്നാണ് പുറത്തു വരുന്നത്. ഇൻഫ്ലേഷൻ്റെ കാര്യത്തിൽ ഫെഡറൽ റിസർവിന് ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇന്ന് കൂടി നേട്ടത്തിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ US വിപണിക്ക് സാധിക്കും. യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ ഇടിഞ്ഞ് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട കാരണം ഓട്ടോ ഇൻഡെക്സിൻ്റെ ഇടിവ് തന്നെയായിരുന്നു. US ഓട്ടോ താരിഫുകൾ തന്നെയാണ് പ്രധാനപ്പെട്ട വില്ലനായി മാറിയത്. മെഴ്സിഡസ് ബെൻസ് 2.7%, ജർമ്മനിയുടെ BMW 2.55%ൻ്റെയും ഇടിവ് രേഖപ്പെടുത്തി. സ്റ്റെലൻറ്റീസ് 4.2% ഇടിഞ്ഞത്. ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡ് വീണ്ടും റെക്കോർഡ് ഉയരത്തിലെത്തിയിരിക്കുന്നു. ഇന്നലെ 3059.3 ബില്യൺ എന്ന ഒരു റെക്കോർഡ് ഹൈ ആണ് രേഖപ്പെടുത്തിയിരുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 65,880 രൂപയുമാണ്. മറ്റൊരു കാര്യമുള്ളത്, സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വെറും 799 രൂപ മാത്രമാണ് ഒരു മാസത്തേക്കായിട്ട് ചാർജായിട്ട് വരുന്നത്. അതുകൊണ്ട് പരമാവധി എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ ഇന്ന് നമ്മൾ പറയുന്നത് പ്രധാനപ്പെട്ട 2 വാർത്തകളാണ്. ആദ്യത്തെ വാർത്ത, ഇക്വിറ്റി ഡെറിവേറ്റീവുകളുടെ എക്സ്പയറി കാലാവധി ചൊവ്വ വ്യാഴം ദിവസങ്ങളിലാക്കാൻ സെബി നിർദ്ദേശിക്കുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമായി വരുന്നത് എക്സ്പയറി ഡേയ്സ് തിങ്കൾ വെള്ളി ദിവസങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് വിപണിയുടെ സ്ഥിരത നിലനിർത്തുക. ഇപ്പോൾ തിങ്കളാഴ്ചയൊക്കെ ആണെങ്കിൽ തന്നെ മാർക്കറ്റിൽ ഒരു അൺസർട്ടൈനിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷനും പെട്ടെന്നുള്ള പ്രൈസുകളുടെ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ നമുക്ക് തിങ്കളാഴ്ചകളിലൊക്കെ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ വെള്ളിയാഴ്ചയും ആഴ്ചയിലെ അവസാനത്തെ ദിവസമായതുകൊണ്ട് വൊളറ്റാലിറ്റിക്കുള്ള സാധ്യതയുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് എക്സ്പയറി ഡേയിൽ ഒരു മാറ്റം വരുത്താൻ ഇപ്പോൾ സെബി ആലോചിക്കുന്നത്. മറ്റൊരു വാർത്തയുള്ളത്, US ഓട്ടോ താരിഫുകൾ നടപ്പാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മൾ ഇനി നോക്കേണ്ടത് ഈ ഓട്ടോ താരിഫുകളിൽ ബാധിക്കപ്പെടാത്ത സെക്ടറുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സ്റ്റോക്കുകളായിരിക്കും അതിൽ ബാധിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ കാർ മേക്കേഴ്സിനെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുക. ഇരുചക്ര വാഹനങ്ങൾ, ട്രാക്ടറുകൾ എന്നിവയെ ഇത് ബാധിക്കുന്നില്ല. ബാധിക്കപ്പെടാത്ത ചില കമ്പനികൾ നോക്കുകയാണെങ്കിൽ റോയൽ എൻഫീൽഡ്, ബജാജ്, അതായത് KTM മോട്ടോർ സൈക്കിളുകൾ, M&M ട്രാക്ടറുകൾ തുടങ്ങിയവയൊക്കെയാണ് ഇതിൽ അൺഎഫക്റ്റഡ് ആവാൻ സാധ്യതയുള്ളത്. കൂടാതെ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ജാഗ്വർ ലാൻഡ് റോവർ, അതായത് ടാറ്റ മോട്ടോഴ്സിന് മാത്രമാണ് ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഇന്ത്യയിൽ നിന്നുമുള്ള ഓവറോൾ എക്സ്പോർട്ട് നോക്കുകയാണെങ്കിൽ US വെറും 3% എക്സ്പോർട്ട് മാത്രമാണ് ഇന്ത്യ നടത്തുന്നത്. അതുകൊണ്ട് ഇതൊരു വളരെ ചെറിയൊരു ഇമ്പാക്റ്റ് മാത്രമാണ് ഇന്ത്യൻ വിപണിയിൽ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് QIP ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെൻറ്റ് അവരുടെ കഴിഞ്ഞിരിക്കുന്നു. 38.37 എന്ന നിലയിലാണ് ഇപ്പോൾ QIP അവസാനിപ്പിച്ചത്. അടുത്തത് BEML ആണ്. ബാംഗ്ലൂരു മെട്രോ പദ്ധതികൾക്കായി 405 കോടി രൂപയുടെ കരാർ BEML നേടി. അടുത്തത് ജിൻഡാൽ സ്റ്റെയിൻലെസ് ആണ്. മഹാരാഷ്ട്ര പ്ലാന്റിനായി ജിൻഡാൽ സ്റ്റെയിൻലെസ് 40,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുന്നു. അടുത്തത് ജൂബിലന്റ് ഫുഡ് വർക്ക്സ് ആണ്. ജൂബിലന്റ് ഫുഡ് വർക്ക്സ് 3 വർഷത്തിനുള്ളിൽ 3000 ഡൊമിനോ സ്റ്റോറുകളും 250 പോപ്പിയസ് ഔട്ട്ലെറ്റുകളും
തുറക്കാൻ ലക്ഷ്യമിടുന്നു. അടുത്തത് ഭാരത് ഇലക്ട്രോണിക്സ്. കമ്പനിക്ക് 1385 കോടി രൂപയുടെ അഡീഷണൽ ഓർഡറുകൾ പുതിയതായിട്ട് ലഭിച്ചിരിക്കുന്നു. അടുത്തത് അൾട്രാടെക് സിമൻ്റ് ആണ്. മധ്യപ്രദേശിലെ മൈഹാറിലെ യൂണിറ്റിൽ 3.35 MTPA ബ്രൗൺ ഫീൽഡ് ക്ലിക്കർ കപ്പാസിറ്റി സിമന്റ് കമ്പനി കമ്മീഷൻ ചെയ്തിരിക്കുന്നു. അടുത്തത് SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. 2019-20 അസസ്മെന്റ് വർഷത്തേക്ക് 59.31 കോടി രൂപയുടെ നികുതി പിഴയായി ആവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പിൽ നിന്ന് കമ്പനിക്ക് ഒരു ഉത്തരവ് ലഭിച്ചു. മറ്റൊരു കമ്പനി ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ആണ്. ജിയോ പേയ്മെന്റ് ബാങ്കിന്റെ 8.5 കോടി ഇക്വിറ്റി ഷെയറുകൾ 85 കോടി രൂപയ്ക്ക് കമ്പനി സബ്സ്ക്രൈബ് ചെയ്തു. അടുത്തതായി ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിൽ നിന്നും വലിയൊരു ഓർഡർ ലഭിച്ചതിനെ കുറിച്ചാണ്. മാർക്കറ്റ് ഒരു തിരിച്ചുവരവിന്റെ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിൽ ഒരുപാട് പേരുടെ പോർട്ട്ഫോളിയോ വലിയ റെഡിലാണുള്ളത്. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ വലുതായിട്ട് അനലൈസ് ചെയ്യാൻ അറിയില്ല, നിങ്ങൾക്ക് നല്ല സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻസിന് ഞങ്ങളുടെ സഹായം തേടാവുന്നതാണ്. അതിനായി ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യേണ്ട ഫീസുകളെല്ലാം നേരെ പകുതിയാക്കി കുറച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, കൂടാതെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനും അതിൽ നമ്മൾ കൊടുക്കുന്ന എഡ്യൂക്കേഷണൽ വ്യൂസിൻ്റെ അപ്ഡേറ്റുകളെ കുറിച്ചും കൂടുതലായിട്ടൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വീണ്ടും സ്റ്റോക്ക് ന്യൂസിലേക്ക്. ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൽ നിന്ന് 2978 വാഹനങ്ങളുടെ ഓർഡറിനായി കമ്പനി ഒരു കരാറിൽ ഒപ്പിട്ടു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഇല്ല. അടുത്തതായി FIDE ആക്ടിവിറ്റിയിലേക്കാണ്. FIS 11,111 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തിരിക്കുന്നത്. DIS ആവട്ടെ 2,517 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ 6 ദിവസമായിട്ട് FIS ബൈയിങ് മോഡിൽ തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ സിംഗിൾ ഡേ ബൈയിങ് ആണ് ഇന്നലെ നടത്തിയിരിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇന്നലെ ഓട്ടോ താരിഫ് ഏർപ്പെടുത്തിയതിന് ശേഷം ഇന്നലെ ക്ലോസ് ചെയ്ത US, യൂറോപ്യൻ മാർക്കറ്റുകൾ ഇടിവിലായിരുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളും ഏറെക്കുറെ ഇടിവിൽ തന്നെയാണ്. അതിൽ കൂടുതൽ ഇടിവുണ്ടാക്കിയത് ജപ്പാൻ മാർക്കറ്റ് നിക്കിയാണ്. 2% മുകളിലുള്ള ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. തായ്വാൻ മാർക്കറ്റ് 0.93% ഇടിവിൽ, കോസ്പി മാർക്കറ്റ് 1.32% ഇടിവിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.21% നേട്ടത്തിൽ. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,754 എന്ന നിലയിലാണ്. 7 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 5 മിനിറ്റാണ് സമയം. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 20 മുതൽ 25 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ക്രൂഡ് സപ്ലൈ കൂടുതൽ ശക്തമാകണമെന്നും പുതിയ US താരിഫുകൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നും വ്യാപാരികൾ കരുതുന്നതിനാൽ വ്യാഴാഴ്ച എണ്ണവില ഉയരുകയുണ്ടായി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $73.33 പെർ ബാരൽ എന്ന നിലയിൽ 0.03% ഇടിവിലാണ്. WTI ഉള്ളത് 69.90 എന്ന നിലയിൽ 0.03% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി 23,595-ൽ 73 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ബുധനാഴ്ച ഒരു ദിവസത്തെ നഷ്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഇന്നലെ ഒരു തിരിച്ചുവരവാണ് നടത്തിയത്. കൂടാതെ 100 ഡേ EMAയ്ക്ക് മുകളിലായി ക്ലോസ് ചെയ്യാനും സാധിച്ചു. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടുള്ളത് 22,980 മുതൽ 23,000 വരെയുള്ള ഒരു സോണാണ്. ഇനി 23,191-ലാണ് 50 ഡേ EMA ഉള്ളത്. അതുകൂടി ഡൗൺ സൈഡിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്സൈഡിലേക്ക് വന്നാൽ 23,700 മുതൽ 23,800 വരെയുള്ള സോൺ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാർച്ച് 25-ാം തീയതിയിലെ ഹൈ ആയിട്ടുള്ള 23,885-ഉം അപ്സൈഡിലെ റാലിക്ക് അത് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ലെവൽ കൂടി ബ്രേക്ക് ചെയ്താൽ മാത്രമേ നിഫ്റ്റിയിൽ ആ ഒരു നല്ല ബുള്ളിഷ്നെസ് ഇപ്പോഴും ഉണ്ട് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുകയുള്ളൂ. ഏതായാലും നിഫ്റ്റി ഇപ്പോൾ ഓവറോൾ ഒരു ബുള്ളിഷ് ടെറിട്ടറിയിൽ തന്നെയാണ് എന്ന് നമുക്ക് ഏറെക്കുറെയൊക്കെ അനുമാനിക്കാം. അടുത്തതായി ഏറ്റവും കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,500, അതിനുശേഷം 24,000 സ്ട്രൈക്ക്, അതിനുശേഷം 23,800 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,500, അതിനുശേഷം 23,000 സ്ട്രൈക്ക്, അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞതുപോലെ 23,800 തന്നെയാണ് അപ്സൈഡിൽ. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ അതാണ് കാണിച്ചു തരുന്നത്. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,500 അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. 23,600 സ്ട്രൈക്കിൽ 328% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ്. വെറും 141% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പ്. 23,550 സ്ട്രൈക്കിൽ 280% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 33% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണുള്ളത്. 23,650 സ്ട്രൈക്കിൽ 25% വർധനവ് പുട്ട് സൈഡിൽ ചെറിയ ലോങ് ബിൽഡപ്പ് ആണെങ്കിൽ
കോൾ സൈഡിൽ 127% കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. ഇനി ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് 23,550 സ്ട്രൈക്കിലും 23,600 സ്ട്രൈക്കിലുമാണ്. കോൾ സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് 23,650 സ്ട്രൈക്കിലുമാണ്. അതായത് 23,650 ഒരു റെസിസ്റ്റൻസ് ഏരിയ ആവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ OI ഡാറ്റ സൂചിപ്പിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 51,575-ൽ 366 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി 200 ഡേ EMAയ്ക്ക് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എങ്കിലും ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം അങ്ങനെയല്ല. ബാങ്ക് നിഫ്റ്റി എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അത് വളരെ നല്ലൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. കൂടാതെ ഡെയിലി ടൈം ഫ്രെയിമിൽ ബോളിഞ്ചർ ബാൻഡ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അതും ഒരു പോസിറ്റീവ് സൈനായിട്ട് തന്നെ എടുക്കാം. ഏതായാലും ഇനി അപ്സൈഡിൽ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,514 ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,500. ഇനി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 53,000, അതിനുശേഷം 52,000 സ്ട്രൈക്ക്, അതിനുശേഷം 54,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000, അതിനുശേഷം 50,000 സ്ട്രൈക്ക്, അതിനുശേഷം 51,000 സ്ട്രൈക്കിലുമാണ്. മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,000. ഇന്ത്യ വിക്സിലേക്ക് 13.30 എന്ന നിലയിൽ 1.26% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യ വിക്സ് ഇത് തുടർച്ചയായ 3ാമത്തെ ദിവസമാണ് ഇടിയുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും നല്ല സൈറ്റുകളിൽ നിന്നാണ് മാക്സിമം നമ്മൾ ന്യൂസ് കളക്ട് ചെയ്യാറുള്ളത്. ഇവിടെ പറഞ്ഞ മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്യുന്നതും. ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇവിടെ നമ്മൾ OI ഡാറ്റയൊക്കെ അനലൈസ് ചെയ്ത് OI പൾസ് എന്ന സൈറ്റിലൂടെയാണ്. നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൈറ്റ് തന്നെ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഒരിക്കൽ റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെയാണ് നൽകുന്നത്. ആവശ്യമുള്ളവർക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.